പള്ളിയിൽ പോവുകയാണ്. ഇന്നിവിടെ കുർബാനയുണ്ട്. നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ എല്ലാ സൺഡേ ഒന്നും കുർബാന, എല്ലാ വീക്കും കുർബാനയൊന്നുമില്ല. പിന്നെ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ UK വന്നിട്ട് ഇപ്പോൾ 3.5 വർഷമായി. ഞങ്ങൾ രണ്ടുപേരും ഒരു റോബോട്ടിനെ പോലെ രണ്ടുപേരും അവരുടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആ സ്ഥാപനത്തിൻ്റെ കൂദാശയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ ചെന്നു, കുർബാനയെല്ലാം കണ്ടിട്ട് പരിപാടികളെല്ലാം ഉണ്ട്, കുറേ പരിപാടികളുണ്ടായിരുന്നു അവിടെ. അത് ഞങ്ങളുടെ പുതിയ ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ എൽദോൻ്റെ വലിയ ഡ്രീമാണ് ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. ഇത് റെസ്റ്റോറൻ്റ് അല്ല, ടേക്ക് അവേ ആണ്. അത് കാർഡിഫിലാണ് ഇതുള്ളത്. അങ്ങനെ നമ്മുടെ അച്ഛൻ വന്നു, നമ്മുടെ കട വെഞ്ചരിക്കാനും പിന്നെ നമ്മുടെ ബാക്ക് യാർഡിൽ കുറച്ച് റൂമൊക്കെ ഉണ്ട്, അതൊക്കെ വെഞ്ചരിക്കാൻ പോവാണ്. സത്യം പറയാലോ, ഇത് കംപ്ലീറ്റ്ലി കഴിയുന്നത് വരെ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, എന്താവും എന്നും പറഞ്ഞ്. പക്ഷേ എല്ലാം നന്നായിട്ട് തന്നെ നടന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇവർ 3 പേര് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഈ ടേക്ക് അവേ നടത്തുന്നത്. അങ്ങനെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലീസും റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സ് കുറേ പേര് മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ആൾക്കാർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പരിപാടിക്ക്. വളരെ ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇങ്ങനെ യൂത്തായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണേലൊക്കെ. അച്ഛൻ ഇത്ര യൂത്തായിട്ടുള്ള ആൾക്കാർ ഒന്നിച്ച് കാണുന്നത് ഈ പരിപാടിയിലാന്ന് പറഞ്ഞു UK വന്നിട്ട്. അങ്ങനെ പ്രയറെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ നമ്മുടെ കടയുടെ താക്കോല് വാഴ്ത്തി അവർക്ക് 3 പേർക്കും കൊടുത്ത് 3 പേരെ അനുഗ്രഹിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു ലഘുഭക്ഷണം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അച്ഛനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അച്ഛൻ പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കാറ് നമ്മൾ ഷോപ്പിൻ്റെ ബാക്കിലാണ് പാർക്ക് ചെയ്തിരുന്നത്. കാരണം നമുക്ക് അവിടെ പ്രോപ്പർ ഹൈവേ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ അച്ഛനെ യാത്രയാക്കി. അങ്ങനെ നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും അവരും പോയി കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കടയിൽ ചിക്കിങ്ങിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചിക്കിങ് റീസെൻ്റ്ലി തുറന്നതായിരുന്നു. അപ്പോൾ അവരൊരു ട്രയലായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു, ട്രയൽ ഔട്ട് അങ്ങനെ എന്തോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ഫുഡ്. കുറേ നാൾക്ക് ശേഷമാണ് KFC മക്ഡിയിൽ നിന്നും അടിപൊളി ഫുഡ് കഴിക്കുന്നത് ഞാൻ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാർ എടുക്കുക.